ഹായ് ഗൈസ്, ഇന്ന് നമ്മളുടെ ഒരു ഹോം ടൂർ വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അകത്തുള്ള പണി മാത്രമേ തീർത്തുള്ളൂ. പുറത്ത് കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ കിടക്കുവാണ്. നമ്മുടെ ഡോർ തുറന്നാൽ ആദ്യം നമ്മുടെ ഹോളാണ് ഇത്. ലിവിങ് ഹോളാണ് നമ്മളുടെ. അതിലൊരു സോഫ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു കോർണർ സോഫയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു DB ബോക്സ് ആണ്. അതിനെ ഒരു ചെറിയ ഒരു ഡെക്കോർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. DB ബോക്സ് ആ സ്ഥലത്തായതുകൊണ്ട് പിന്നെ നമുക്ക് ആ വോള് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ ഡെക്കോർ വെച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് സീലിംഗ് ഒക്കെ ചെയ്തു. ഇതൊരു പാനലിംഗ് ചെയ്തെടുത്തതാണ്. ഒരു ബീമായിരുന്നു, അപ്പോൾ അതിനെ ഒന്ന് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് പാനലിംഗ് ചെയ്തൊക്കെ ഒന്ന് എടുത്തു. കുറച്ച് നാളോട് ചെയ്യണമെന്ന് വിചാരിച്ചു ഇന്റീരിയർ എന്തെങ്കിലും എന്ന് വെച്ചാൽ 2007 ഞങ്ങൾ ഈ വീട് പണിതതിന് ശേഷം നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു TV യൂണിറ്റും ഒന്ന് റെഡിയാക്കി. TV യൂണിറ്റും ഞാൻ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെയാണ് അത് ചെയ്തത്. കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കുട്ടികളുടെ മൊമെൻറ്റോയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ബുദ്ധൻ, എല്ലാ വീട്ടിലും ബുദ്ധൻ എനിക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്നറിയില്ല, അതൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നമ്മുടെ ഇത് വാഷ് ബേസിൻ ഏരിയ ആണ്. ഇവിടെ പഴയ ഒരു ബാത്റൂമിൻ്റെ ഡോറായിരുന്നു, അത് മാറ്റിയിട്ടാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്ത് അവിടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഒക്കെ കൊടുത്തു. ലൈറ്റ്, ഒരു മിററിന് ചുറ്റും ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഫ്രഷ് പ്ലാന്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ല ലുക്കാണ് കാണുമ്പോഴത്തേക്ക്. ഒക്കെ അകത്ത് വെക്കണാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഒന്ന് സീലിങ്ങും ചെയ്തു, വാർഡ്രോബൊക്കെ ഒന്ന് ചെയ്തു. വാർഡ്രോബ് സ്ലൈഡിങ് ആണ് ആക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ വേറൊരു ബെഡ്റൂമിൽ അല്ലാണ്ടുള്ള ഇത് ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ഡോറ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ സ്ലൈഡിങ് തന്നെ ചെയ്തു. പിന്നെ നമ്മുടെ ക്രീം, പൗഡർ അങ്ങനെയുള്ള നമ്മുടെ കുട്ടി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് കുറച്ച് തട്ടുകളൊക്കെ കൊടുത്തു. അത് ഹാങ്ങിങ് ഏരിയ ആണ്. ഹാങ്ങിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ഏരിയ, പിന്നെ ഇപ്പുറത്ത് കുറച്ച് ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു പഴയ ബെഡാണ്, പഴയ കട്ടിലാണ്, അതായത് തടിയുടെ കട്ടിലാണ്. തടിയുടെ കട്ടിലിൽ ഒരു ഹെഡ് ബോർഡ് കൊടുത്തു. ഹെഡ് ബോർഡ് മാത്രം ചെയ്തു എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി, നമ്മുടെ തന്നെ പറമ്പിലുള്ള തടി വെച്ചിട്ട് ചെയ്ത കട്ടിലാണ്. അപ്പോൾ അതൊക്കെ അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു ഹെഡ് ബോർഡും കൂടെ കൊടുത്ത് ഒന്ന് കംഫർട്ടൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തു. ഞാൻ ഇതൊക്കെ ഈ കംഫർട്ട് സെറ്റൊക്കെ മേടിച്ചത് കോഴിക്കോട് നിന്നാണ് മേടിച്ചത്. 2000 സംതിങ് രൂപയാണ് ആയത്. 4 പീസ് സെറ്റായിട്ടാണ് വന്നിരുന്നത്. അപ്പം അങ്ങനെ ഒരു സെറ്റൊക്കെ മേടിച്ചു ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ആ അറ്റാച്ച്ഡ് ബാത്റൂമും ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതാണ്. അത് വാൾമൗണ്ട് ക്ലോസറ്റും ഒരു വാഷ് ബേസിനും മിററും അങ്ങനെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ വച്ചു സെറ്റ് ചെയ്തെടുത്തു. പിന്നെ എല്ലാം ബാത്റൂമിലും ഷാമ്പൂ, ലോഷൻ അങ്ങനെയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ തന്നെ നമുക്ക് സ്റ്റാൻഡൊന്നും വേണ്ട, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ബെഡ്റൂമുണ്ട്. താഴെ 2 ബെഡ്റൂമാണ് നമുക്ക് ഉള്ളത്. അടുത്ത ഒരു ബെഡ്റൂമിൽ ചെറിയൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് മുന്നേ ചെയ്ത വാർഡ്രോബാണ്. ഈ വാർഡ്രോബിൻ്റെ ഡോറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡോറെല്ലാം അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് തടിയുടെ കട്ടിൽ തന്നെയാണ്. അതിനൊരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കിങ് സൈസ് കട്ടിലാണ്. ഇതിനും അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട്. പിന്നെ ഒരു റൂമിൽ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അതിനുമുണ്ട്. ഈ റൂമിൻ്റെ ബാത്റൂം കുറച്ച് വലുതാണ്. വെറ്റ് ഡ്രൈ ഏരിയ എല്ലാം സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. കുറച്ച് നീളത്തിനുള്ളൊരു ബാത്റൂമാണ്. അപ്പം നമുക്ക് കുറച്ച് നല്ല ഒരു സ്പേസ് ഒക്കെ ബാത്റൂമിൽ നമുക്ക് കിട്ടും. അത് ചില ഏരിയയിൽ നമുക്ക് വേണ്ട രീതിക്ക് ബാത്റൂം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിൽ ഇറങ്ങിയിട്ടാണ് പിന്നെ കിച്ചൺ വരുന്നത്. ഇത് നമ്മുടെ പൂജാ റൂമാണ്. പൂജാ റൂമിൽ കുറച്ച് പെയിന്റിങ് ഒക്കെ ഇനി ചെയ്യാനുണ്ട്. ഡോറ് കുറച്ച് വരയ്ക്കാനുള്ള പെയിന്റിങ് ഒക്കെയാണ്. ഇത് നമ്മുടെ പൂജാ റൂമാണ്. പൂജാ റൂം എനിക്ക് ഭയങ്കര ഒരു എനർജി ഉള്ളൊരു സ്ഥലമാണ്. എൻ്റെ വീട് പണി നടന്ന സമയത്തും എനിക്ക് ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ആയിട്ട് തന്നെ പൂജാ റൂം വേണമെന്നുണ്ടായിരുന്നു. ഇതൊരു നവഗ്രഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്, ഈ സാധനങ്ങളൊക്കെ.
അപ്പം അങ്ങനെ, പക്ഷെ അത് എന്താണെന്നറിയില്ല, ആ 2007 നമ്മൾ വീട് വെക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ഈ വീട്. അതുകൊണ്ട് നമുക്ക് ഇത് വിട്ടു പോകാൻ തോന്നില്ല. അപ്പൊ അതിനെ ഒന്ന് ചെറുതായിട്ട് റെനോവേറ്റ് ചെയ്ത് എടുത്തു. അപ്പൊ എല്ലാം ഈ ഈ ഞാനിപ്പോ കാണിക്കുന്ന ഇതെല്ലാം ഒരു വാസ്തുപരമായിട്ടുള്ള ഒരു ഡെക്കോറാണ്, പക്ഷെ അത് നല്ല എനർജി ഉള്ള സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെയെല്ലാം വച്ചു. പൂജാ റൂമൊക്കെ ചെറിയൊരു രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്കല്ലേ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു വിളക്ക് കത്തിക്കുക ഒക്കെ നമ്മളുടെ ഒരു ശീലമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും ആ ഒരു ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് തിരി അങ്ങനെയുള്ള സാധനങ്ങൾ, ചന്ദന അങ്ങനെയുള്ളതെല്ലാം വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഈ കൃഷ്ണനും ശിവനും പാർവതിയും ഗണപതി ആയിട്ടുള്ള കോപ്പറിന്റെ ഇതെല്ലാം ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ തന്നെ പൂജാ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫ്രഷ് പ്ലാന്റ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് വലിയ പൈസ ആയ സാധനങ്ങളല്ല, ചെറിയ പൈസയ്ക്ക് ഉള്ളതാണ്. പിന്നെ ഡൈനിങ് ഏരിയ, ഒരു ചെറിയ ഡൈനിങ് ടേബിളും മാർബിൾ ടോപ്പിന്റെ ഒരു ഡൈനിങ് ടേബിളും അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം നമുക്ക് ക്യാമറ, ഇൻവെർട്ടർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് നന്നായിട്ട്, ഈ ഏരിയ നമുക്ക് അതിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം. എയർ സർക്കുലേഷൻ പോവാനായിട്ട് മാത്രം നമ്മൾ അതൊന്ന് ഡോറിൽ ഘടിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് അത്യാവശ്യം കാണാത്ത ഇതൊക്കെ വെച്ചാൽ കുറെ വയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഇതെല്ലാം നമുക്ക് സ്റ്റെയറിന്റെ അടിയിൽ അങ്ങ് ഇരിക്കും. ഇൻവെർട്ടർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അതിന്റെ ആക്സസറീസ് ഒക്കെ ആണെങ്കിലും അതെല്ലാം അവിടെ അങ്ങ് ഇരിക്കും. പിന്നെ ഈ നമ്മളെ ഈ വിളക്കുണ്ടല്ലോ, 2007 നമ്മളെ വീട് പണി ചെയ്ത ആശാരി നമുക്ക് തന്ന തടിയുടെ വിളക്കാണ്. അന്ന് തൊട്ട് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിളക്ക്. ഞാൻ ഇടയ്ക്ക് ഒന്ന് പോളിഷ് ചെയ്ത് വയ്ക്കും. 1-2 പ്രാവശ്യം ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്ത് വച്ച വിളക്കാണ്, ഈ തടിയിൽ ഉണ്ടാക്കി വെച്ച വിളക്ക്. അത് പ്ലാവിന്റെ ഒരൊറ്റ പീസിൽ ചെയ്ത വിളക്കാണ്. ഇതാണ് എൻ്റെ കിച്ചൺ. എനിക്ക് എപ്പോഴും ഞാൻ റിനോവേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻ്റെ കിച്ചണിൽ നിന്നാണ് തുടങ്ങിയത്. കിച്ചൺ എന്ന് റിനോവേറ്റ് ചെയ്ത് എടുക്കണം എന്നാണ് തുടങ്ങിയത്. ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് അവിടെയുണ്ട്. ഇത് ഈ ഫ്രിഡ്ജൊക്കെ ഒരു 10-15 വർഷം പഴക്കമുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതിൻ്റെയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ വാങ്ങി വെച്ച ഫ്രിഡ്ജാണ്. പിന്നെ ഒരു കബോർഡും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ടാൻഡം ബോക്സ് ഇങ്ങനെയുള്ള ഒന്നും വലുതായിട്ട് ചെയ്യേണ്ട വിചാരിച്ചു. ചെറിയൊരു കിച്ചണാണ്. അപ്പൊ അതിൽ ഉള്ള രീതിക്ക് ഒരു 3 ഡോറുള്ള ഒരു വിൻഡോ ഉണ്ടായിരുന്നു, അതായത് ജനല്. അതിന്റെ 2 പാളി നമ്മൾ അടച്ചെടുത്തിട്ടാണ് ഒരു പാളി മാത്രമാണ് അവിടെ എയർ എല്ലാം കയറാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കരുത്, ഇത് ഹോർലിക്സിന്റെ ബോട്ടിലാണ്. അതിലൊരു സോക്സ് ഇട്ട് കവർ ചെയ്തിട്ടാണ് ഞാൻ ആ ഫ്ലവറേഴ്സ് റെഡിയാക്കിയിരിക്കുന്നത്. അതിന്റെ മണി പ്ലാന്റ് എല്ലാം ഇട്ടപ്പോൾ അതൊരു ഭയങ്കര ലുക്കായി. ഇതൊക്കെ നമുക്ക് 0 കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ കിച്ചണിലാണെങ്കിലും ഒരു ഫ്രഷ് പ്ലാന്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാൻഡം ബോക്സ് അങ്ങനെയുള്ള ഡ്രോയറുകൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങളും പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ അതൊരു വലിയ ഡ്രോയർ, വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ ഞാൻ പിന്നെ അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം വച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലേറ്റ് എല്ലാം വച്ച് ഇത് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ്, ബൗള് അങ്ങനെയുള്ള സാധനം നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം വച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. GTPT ആണെങ്കിലും സിങ്കിന്റെ നേരെ മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കഴുകി അങ്ങനെ മുകളിലോട്ട് വെക്കാൻ പറ്റും. അതിൻ്റെ അടിയിൽ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് അങ്ങനെയുള്ളതെല്ലാം. പിന്നെ നമ്മുടെ സ്നാക്സ്, ടീ, കോഫി അതെല്ലാം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് അതൊക്കെ കഴിക്കാനായിട്ടൊക്കെ തന്നെ തോന്നുന്നത്. പിന്നെ സ്പൂണിന്റെ ഒരു സെറ്റ്, ടവൽ റാക്ക്, ഇതൊക്കെ ചെറിയ പൈസയാണ് കേട്ടോ ഈ ടവൽ റാക്കൊക്കെ. ഇത് സ്ക്രൂ അല്ല, ഇത് ഒട്ടിച്ച് വെക്കുന്ന ഒരു ടവൽ റാക്കാണ്. പിന്നെ ഒരു ഫ്രഷ് പ്ലാന്റ് അവിടെ ഞാൻ വച്ചിട്ടുണ്ട്. അതിലിത്തിരി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതാണ് എൻ്റെ വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഴയ ചിമ്മിനിയാണ്. പഴയ ചിമ്മിനിയുടെ അവിടെ അടുപ്പുണ്ടായിരുന്നു. ആ അടുപ്പെടുത്ത് മാറ്റിയിട്ടാണ് അവിടെ നമ്മൾ ഗ്യാസ് വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചിമ്മിനി വഴി തന്നെ അതിൻ്റെ പുകയെല്ലാം പോവും. ഒരു ചെറിയ ഷെൽഫ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മസാല സെറ്റ്. ഇത് ഭയങ്കര യൂസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ ചെറിയ പൈസയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് എടുക്കുക, ഇടുക, കുക്ക് ചെയ്യുക, ഈസി ആണ് എല്ലാ കാര്യങ്ങളും. എന്നിട്ടൊരു ഇൻഡക്ഷൻ കുക്കറും മിക്സിയും എല്ലാം നമുക്ക് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ
നമുക്ക് എല്ലാം കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ 155 രൂപയുടെ സ്റ്റിക്കറാണ് ഈ സംഭവം, ഈ ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നമുക്ക് ഭയങ്കര യൂസാണ്. അത് നല്ല രീതിക്ക് ഒട്ടിയിരിക്കുക, അതെന്തായാലും ഇളവിയൊന്നും പോകില്ല. പിന്നെ ഒരു ടവൽ റാക്കും കൂടി ഉണ്ട്. കിച്ചണിൽ എപ്പോഴും വേണ്ടത് ടവൽ റാക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൈ എപ്പോഴും വെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തുടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിലൊക്കെ ആയപ്പോൾ ഇങ്ങനെ ടവൽ കിച്ചണിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ടവലിൽ വെറ്റായിരിക്കുന്ന കൈയൊക്കെ തുടയ്ക്കുക. അത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാനൊരു ഷീറ്റൊക്കെ ഇട്ടു. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മഴയാണെങ്കിലും അല്ലെങ്കിൽ ഇരുന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കാര്യം പറയാനോ അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തെങ്കിലും എടുത്തിട്ടൊക്കെ പുറത്ത് കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു പഴയ സെറ്റി അവിടെ കിടന്നു. അതിനെ ഒരു തുണിയൊക്കെ വെച്ച് കവർ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ കിച്ചൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ്. ഇത് ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റാണ്. ഇപ്പം നമുക്ക് ഫേസ് ടു ഫേസ് ഒക്കെ ഇരുന്ന് രണ്ടുപേർക്ക് ഇന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ചെറിയ ഡെക്കോറൊക്കെ വെച്ച് ആ ഒരു ഏരിയ ഞാനൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ആ ഇന്റീരിയർ ടീമിനോട് പറഞ്ഞ രീതിക്കാണ് അവരെനിക്ക് ചെയ്തു തന്നത്. പിന്നെ നമുക്ക് മുകളിലോട്ട് ഉള്ളതും 2 ബെഡ്റൂമാണ്. മുകളിലോട്ട് കയറുമ്പോൾ ആ ഒരു സ്റ്റെപ്പിന്റെ അവിടെ ആയിട്ട് ഞാനൊരു ഡെക്കോർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് വാങ്ങാൻ പോയപ്പോൾ 3000 രൂപയെ പറഞ്ഞ ആ ഒരു സെറ്റ്. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വൈസ് മാത്രം വാങ്ങി, എന്നിട്ട് ഓൺലൈനിൽ നിന്നാണ് അതിന്റെ ട്രീ വാങ്ങിയിട്ട് അത് 500 സംതിങ് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിയിട്ട് പക്ഷെ അപ്പൊ എനിക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞത് 1400 സംതിങ് രൂപ ആയുള്ളൂ. പകുതി എനിക്ക് അതിൽ ലാഭം വന്നു. ഇവിടെ മുകളിലും എല്ലായിടവും സീലിംഗ് ചെയ്തു. സീലിംഗ് ചെയ്ത് വൈറ്റ് പെയിന്റ് അടിക്കുമ്പോൾ തന്നെ എന്തായാലും വീടിനൊരു വലിയ വെട്ടം വരും. ഈ ഫർണിച്ചറൊക്കെ പഴയ ഫർണിച്ചറാണ്, നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫർണിച്ചറാണ്. മുകളിലാണ് കുട്ടികളുടെ റൂം വരുന്നത്. ഇത് മോന്റെ റൂമാണ്, പഴയ കട്ടിലാണ്. പിന്നെ ഞാനതൊന്ന് പെട്ടെന്ന് മാറ്റണ എന്ന് വിചാരിച്ചു. വാർഡ്രോബ് എല്ലാം സെയിം തന്നെയാണ്, സ്ലൈഡിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലെല്ലാം കുറച്ച് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തോന്നിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നീട് ഞാൻ ബെഡെല്ലാം മാറ്റാന്ന് കരുതി. ഇത് മോളുടെ റൂമാണ്. അപ്പൊ അവളുടെ റൂമിലും കുറച്ച് ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിലെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോട്ട് ലൈറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷാമ്പൂ, ലോഷൻ, അങ്ങനെയുള്ള ബോഡി വാഷ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വേറെ ഒരു ഷെൽഫിന്റെ ആവശ്യമില്ല. അവിടെ തന്നെ നമുക്കെല്ലാം വച്ച് സെറ്റ് ചെയ്യാം. ബ്രഷ്, അങ്ങനെയുള്ളതെല്ലാം, ടിഷ്യൂ, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ആ ഏരിയയിൽ കവർ ചെയ്യാൻ പറ്റും. അതിന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട്. ആ ഒരു ബെഡ്റൂമിൽ ഒരു ബെഡും സൈഡ് ബോക്സും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ റോമൻ കർട്ടനും കൂടി ചെയ്തു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു നല്ല ലുക്കാണ്. റൂമിനൊക്കെ ഒരു റോമൻ കർട്ടനും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ലുക്കാണ്. ഇത് റെക്സിനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഴുക്കൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. സെയിം ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത്. എല്ലാണ്ടും വോൾ മൗണ്ട് ക്ലോസറ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു ഷെൽഫും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വെറ്റ് ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ദിവസവും മോഡലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തു മാക്സിമം ഇപ്പോഴത്തെ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്തു. നമ്മുടെ ബഡ്ജറ്റിനൊത്ത രീതിക്ക് മാക്സിമം ഒരു നല്ല രീതിക്ക് ചെയ്തെടുത്തു. അവിടെ നിന്ന് ഇത് നമ്മുടെ പഴയ ഓപ്പൺ ടെറസ് ആയിരുന്നു. ഓപ്പൺ ടെറസിനെ ഇപ്പോൾ ഒരു റൂം ആക്കി എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രാവൽ ചെയ്യണവരാണ്. അപ്പൊ അവരുടെ എല്ലാം ലഗേജുകൾ ഉണ്ടാവും, കുട്ടി കുട്ടി സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളതെല്ലാം കൊണ്ടുവന്ന് എല്ലാ റൂമിലും വെക്കുന്നതിനെയും കാട്ടി ഒരു റൂം നമുക്ക് അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൺ ചെയ്യാൻ, പിന്നെ ഇങ്ങനെയുള്ള ജിമ്മിന്റെ ഐറ്റംസ് അതെല്ലാം വെക്കാനായിട്ടൊക്കെ ഒരു റൂമായി. ഇവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ടെറസിലോട്ട് അവിടെ കുറച്ച് ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെ നല്ല കാറ്റാണ്, ഒരു മാവൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാം. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് കയറാവുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം രാവിലെയൊക്കെ ഒന്ന് കുറച്ച് നേരം തുറന്നിടും. നല്ല വെയിലാണ്, കിഴക്ക് വശമായതുകൊണ്ട് നല്ല വെയിലൊക്കെ കിട്ടും. പിന്നെ ഫ്രണ്ട് സൈഡ് ആണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സിറ്റ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന ഏരിയ ആണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ അടിക്കുക. അതോട് ഈ ഡോർ അങ്ങനെ നമ്മൾ തുറക്കാറില്ല, ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം തുറക്കും. അപ്പൊ അങ്ങനെ ആണ് നമ്മളുടെ വീടിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കാണിക്കാനായിട്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.